ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തെങ്കാശിക്ക് പോയി തേഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അച്ചൻകോല് വഴിയാണ് നമ്മൾ തെങ്കാശിക്ക് പോയത്. അതുകൊണ്ട് കുറച്ച് മയിലും കുരങ്ങും അമ്മാതിരി കുറേ ഐറ്റത്തിനെ കാണാൻ പറ്റി. കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വളവിന് ഒരു ഫോർച്യൂണർ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പെട്ടേക്കുന്നൊരു കാഴ്ച കണ്ടു. അത് നല്ലൊരു വളവായിരുന്നു. ചിലപ്പോൾ വളയ്ക്കാത്തത് കൊണ്ടായിരിക്കാം വണ്ടി നേരെ താഴോട്ട് പോയത്. അപ്പോൾ ബോർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മേക്കര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ പോകുന്ന റൂട്ടൊക്കെ ഇതുപോലെ രണ്ട് സൈഡ് നെൽപ്പാടങ്ങളൊക്കെയാണ്. പിന്നെ ആ വഴി നേരെ അവിടെയുള്ള ഒരു ഡാമിലോട്ടാണ്. അതൊരു അന്യായ കാഴ്ച തന്നെയായിരുന്നു. അടിപൊളിയാണ് അത് കാണാനെ കൊണ്ട്. ഇവിടെ തൊട്ടാണ് നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ തെറ്റിയത്. അടുത്ത നമ്മൾ പോകേണ്ട സ്പോട്ട് സുന്ദരവാണ്ടിപുരമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെയിൻ ഒരു പണി തന്നു. അങ്ങനെ ആ റോഡിൽ കുറച്ച് നേരം പെട്ടു. അവിടെ നിന്ന് 1 കിലോമീറ്ററോളം തള്ളി നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അവിടെ നമ്മൾ വണ്ടി ശരിയാക്കി. അപ്പോൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഇപ്പോൾ കുറേ ഹോട്ടലുകളൊക്കെ നോക്കിയിട്ട് അവസാനം ഒരു ഹോട്ടൽ കിട്ടി. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ച ഈ ഒരു സീലിംഗ് ആയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നമ്മുടെ അവിടെയൊക്കെ സീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, നല്ല ബിരിയാണിയായിരുന്നു. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച, വേപ്പിൻ മരത്തിൻ്റെ ചുവട്ടിലാണ് അവർ ആ ചെയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു സുന്ദരപാണ്ഡിപുരം. സൂര്യകാന്തിപ്പാടം കാണാനെ കൊണ്ടുള്ള പോക്കായിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ പോയി നോക്കിയപ്പോൾ എല്ലായിടത്തും വിളവെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവസാനം കണ്ടൊരു കാഴ്ച ഇതാണ്. അപ്പോൾ അതങ്ങനെ തേഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത ലൊക്കേഷൻ നമ്മുടെ തോർണമല. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് 3 മണിക്ക് ശേഷം ആൾക്കാരെ കയറ്റി കൊടുത്തില്ല. നമ്മൾ ചെന്നപ്പോൾ 3:15 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റാതെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായി. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചിങ്ങി പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ യാത്ര പോകുന്ന ആൾക്കാർ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും, ഇല്ല അവിടെ എത്ര മണിക്കൊക്കെ കയറാൻ പറ്റും, അങ്ങനെ സമയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്നത് നല്ലതായിരിക്കും.